നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിലേക്ക് പുതിയൊരു അതിഥി കൂടി കടന്നു വന്നിരിക്കുന്നു. അമേരിക്ക ശക്തമായി തന്നെ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നു. യുറേനിയം സമ്പുഷ്ടീകരണവും അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന ഈ ആക്രമണങ്ങൾക്ക് ആണവായുധം വെച്ച് തന്നെ മറുപടി നൽകുമെന്നാണ് ഇറാൻ കൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ സകല ധാരണകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ ധിക്കാരപരമായിട്ടുള്ള ധാർഷ്ട്യപരമായിട്ടുള്ള നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്നാണ് ഖമനേയിയുടെ ഭീഷണി. അങ്ങനെ ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും താക്കീത് നൽകിയാണ് ഇറാൻ്റെ ഭീഷണി. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇത്തവണ ഈ നടത്തിയിരിക്കുന്ന ആക്രമണം B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനത്തെ ഇറക്കിയുള്ള അമേരിക്കയുടെ ഈ ഓപ്പറേഷൻ അത് വളരെ വിജയകരമായിരുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലെ ഓപ്പറേഷൻ ലൈവായി തന്നെ ട്രംപും അനുയായികളും കണ്ടുകൊണ്ടിരുന്നു. ഇതിനു മുൻപ് സമാനമായി ഇങ്ങനെ ഒരു വിഷയം ഈ അടുത്തൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് നിരവധി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാനിലെ ഫോഡോ, നതാൻസ്, ഈസ്ഫഹാൻ എന്നീ കേന്ദ്രങ്ങളിൽ വിജയകരമായി ആക്രമണം പൂർത്തീകരിച്ചുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് ഇറാനും രംഗത്ത് വന്നു. ട്രംപിൻ്റെ ചിത്രമടക്കം ഈ ഘട്ടത്തിൽ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസും വൈറ്റ് ഹൗസിലിരുന്ന് അമേരിക്ക ഈ നടത്തിയ നീക്കങ്ങളെ കൃത്യമായി തന്നെ വീക്ഷിക്കുകയായിരുന്നു. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലിരുന്നാണ് ട്രംപും സംഘവും തത്സമയം ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പം ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ റൂം എന്നറിയപ്പെടുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ, അടിയന്തര സാഹചര്യങ്ങളിൽ, യുദ്ധസമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ ഓപ്പറേഷനുകൾ നടത്തുമ്പോഴോ അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനും നടപടികൾ നൽകാനും വേണ്ടി ഒത്തുകൂടുന്ന വൈറ്റ് ഹൗസിലെ തന്നെ ഒരു മുറിയാണ് സിറ്റുവേഷൻ റൂം. ഇതിനു മുൻപ് ഇവർ ഒന്നിച്ചു ചേർന്നത് ബിൻ ലാദനെ വകവരുത്താനായി പാകിസ്ഥാനിലെ അന്നത്തെ ഓപ്പറേഷൻ സമയത്തായിരുന്നു പ്രസിഡന്റ് ബറാക് ഒബാമ ഈ മുറിയിലെത്തിയത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാചകങ്ങളുള്ള ചുവന്ന തൊപ്പി ധരിച്ച് തന്നെയാണ് ട്രംപ് ഈ സിറ്റുവേഷൻ റൂമിൽ ഇത്തവണ എത്തിയത്. അമേരിക്കൻ സൈന്യത്തിന് തന്നെ ഏറ്റവും സുപ്രധാനമായ നേട്ടങ്ങളിലൊന്നായി ഇതിനെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അണവായുധമുണ്ടാക്കാനുള്ള ഇറാൻ്റെ ശേഷി തകർക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. അവിടുത്തെ ജനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ അല്ല. അതിലൂടെ ലോകത്തെ തന്നെ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാൻ്റെ ആണവ ഭീഷണി അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ നടപടി. ദൗത്യം വളരെ ഗംഭീര വിജയമായി മാറി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൊട്ടുപിറകെ അമേരിക്കയെ പ്രകീർത്തിച്ചുകൊണ്ട് ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കനത്ത സുരക്ഷയുള്ള ഫോർഡോ സൈറ്റ്, നതാൻസ്, എസ്ഫഹാൻ എന്നിവ ഉൾപ്പെടെ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ അമേരിക്കൻ സൈന്യത്തിന് ഫലപ്രദമായി തകർക്കാൻ സാധിച്ചു. അതിനുവേണ്ടി അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചത്. മറ്റു പല രാജ്യങ്ങൾക്കും കഴിയാത്ത, ലോകത്ത് ഒരു രാജ്യത്തിനും ചെയ്യാൻ സാധിക്കാത്തൊരു വിഷയം അമേരിക്ക ചെയ്തുവെന്നാണ് ഇക്കൂട്ടത്തിൽ പറയുന്നത്. ഇറാനിൽ അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നത് 1979 ശേഷം ഇതാദ്യമായിട്ടാണ്. ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് ഇനി വന്നില്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇസ്രയേൽ സംഘർഷമാകട്ടെ 10ാം ദിനത്തിൽ കടക്കുമ്പോഴാണ് ഇതിൽ പങ്കുചേർന്നുകൊണ്ട് അമേരിക്കയും എത്തുന്നത്. ഇനി മറുഭാഗത്ത് ലോകത്താകമാനമുള്ള ആക്രമണ ശക്തികളായിട്ടുള്ള, അണുവായുധങ്ങളുള്ളതും മിസൈലുകളുള്ളതുമായിട്ടുള്ള രാജ്യങ്ങളുടെ കലവറ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇറാനും അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവരെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നിരവധി രാജ്യങ്ങൾ മറുഭാഗത്ത് അണിചേരുന്നു. ഇതൊരു വലിയ ലോകമഹായുദ്ധത്തിലേക്ക്, അടുത്ത മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതി പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇന്ന് ലോകത്തുള്ള ബോംബുകളുടെ പ്രഹരശേഷി അടക്കം ഏവരും തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് നമുക്കറിയാം. എന്നാൽ അവിടെ വീണ ആറ്റം ബോംബിൻ്റെ 1500 മടങ്ങ് പ്രഹരശേഷിയുള്ള 3000 മടങ്ങോളം ശക്തിയുള്ള ബോംബുകൾ ഇന്ന് ലോകത്തുണ്ട്. ലോകത്തെ തന്നെ 34 തവണ വീണ്ടും വീണ്ടും ഭസ്മമാക്കാൻ കഴിയുന്നത്ര ആയുധശേഖരം ലോകരാഷ്ട്രങ്ങളുടെ കൈവശമുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. UN റിപ്പോർട്ടിലൂടെയാണിത് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ സംഘർഷം വർദ്ധിച്ച് അതൊരു വലിയ മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയടക്കം പങ്കുവയ്ക്കുമ്പോഴാണ് ലോകത്തിന് തന്നെ ആയുധ കലവറയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അതൊരു പക്ഷേ വിശ്വസിക്കാൻ തന്നെ കഴിയാത്ത തരത്തിലേക്ക് പോകുന്നത്.
സാർ ബോംബ എന്നറിയപ്പെടുന്ന സോവിയറ്റ് RDX 220 ഹൈഡ്രജൻ ബോംബാണ് മനുഷ്യൻ ഇന്നുവരെ ഉണ്ടാക്കിയതിൽ ഏറ്റവും വിനാശകരമായ ബോംബ്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് വിലയിരുത്തുന്നത്. 27 ടൺ ഭാരമുള്ള ഈ ബോംബ് ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ അതേ ആകൃതിയിലാണ് ഇരിക്കുന്നത്. 1961 സോവിയറ്റ് യൂണിയൻ വികസിപ്പിച്ചെടുത്ത ഈ ഹൈഡ്രജൻ ബോംബിന് 50 മെഗാ ടൺ TNT വഹിക്കാനായി കഴിയും. അതായത് ഹിരോഷിമയിൽ അന്ന് എന്ത് പൊട്ടിയോ അതിൻ്റെ 1500 അധികം മടങ്ങാണ് സാർ ബോംബയുടെ ശക്തി. അത് പരീക്ഷിച്ചപ്പോൾ 55 കിലോമീറ്റർ ചുറ്റളവിലുള്ള സകലതും നാമാവശേഷമായി മാറിയെന്നാണ് പറയുന്നത്. 1000 കിലോമീറ്റർ അകലെയുള്ള ജനൽ ചില്ലുകൾ പോലും തകർന്നിരുന്നു. സൈബീരിയയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള ഫിൻലൻഡിലും നോർവേയിലും വരെ ഇതിൻ്റെ പ്രകമ്പനങ്ങൾ എത്തിയിരുന്നു. റിക്ടർ സ്കെയിലാകട്ടെ 5 രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം പോലും ഈ പരീക്ഷണത്തിന് പിന്നാലെ ഉണ്ടായി. ഇന്നും റഷ്യയുടെ കൈവശം ഈ ബോംബുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ കയ്യിലാകട്ടെ ഇതിനെ വെല്ലുന്ന തരത്തിലുള്ള മറ്റ് കൊലകൊല്ലി ബോംബുകളുണ്ട്. ആയിരക്കണക്കിന് ബോംബുകളുണ്ടെന്നാണ് കണക്ക്. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള ഒന്നാണ് B-41 എന്ന തെർമോ ന്യൂക്ലിയർ മിസൈൽ ബോംബ്. ഹിരോഷിമയിലുണ്ടായതിൻ്റെ 1500 മടങ്ങല്ല, ഇത് അതിലും ഇരട്ടി 3000 മടങ്ങ് ഊർജ്ജമാണ് ഇതിൻ്റെ പ്രഹരശേഷി. 10,000 പൗണ്ട് ഭാരമാണ് ഇതിനുള്ളത്. 3 ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന അതീവ പ്രഹരശേഷിയുള്ള ബോംബ്. അതുപോലെയാണ് പുടിൻ്റെ കയ്യിലുള്ള സാത്താൻ 2 എന്ന എല്ലാവരെയും വെല്ലുവിളിച്ച ഒരു വലിയ മിസൈൽ ശേഖരം. 2019 പാശ്ചാത്യ ശക്തികളെ പുടിൻ ഈ ആണവ മിസൈൽ കാട്ടി വിരട്ടിയത്. ഉത്തര ധ്രുവം തൊട്ട് ദക്ഷിണ ധ്രുവം വരെ സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഈ മിസൈൽ. വേണമെങ്കിൽ ഒരു ഭൂമിയെ ചുറ്റിക്കറങ്ങിയെത്താൻ ഇതിന് കഴിയും. ഇതൊന്ന് പ്രയോഗിച്ചാൽ ഉക്രൈൻ എന്ന രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇല്ലാതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതൊന്നും തന്നെ അവർ ഉപയോഗിക്കാത്തത് തൊട്ടടുത്ത് മറ്റ് രാജ്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ്, അമേരിക്കയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇങ്ങനെയുള്ള മാരകായുധങ്ങൾ അമേരിക്കയുടെ കൈവശവും റഷ്യയുടെ കൈവശവും ചൈനയിലും ഫ്രാൻസിലും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടാത്ത കാലത്തോളം ഇതൊന്നും തന്നെ സംഭവിക്കില്ല. ഇവർ തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടാത്തൊരു ഘട്ടത്തിൽ വരെ ഈ വിഷയങ്ങളൊന്നും ലോകത്ത് സംഭവിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും ഇപ്പോൾ ഗൾഫ് മേഖലയെ ഒഴിവാക്കി തന്നെയാണ് അമേരിക്ക ഇറാന് നേർക്കുള്ളൊരു ആക്രമണം നടത്തിയത്. അതിന് പിന്നിലെ മറ്റൊരു വസ്തുത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഗൾഫ് മേഖലയിൽ നിന്ന് തന്നെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിട്ട് പോലും പസഫിക് സമുദ്രത്തിലെ ഗ്വാം മേഖലയാണ് തിരഞ്ഞെടുത്തത്. അതിനൊരു കാരണവുമുണ്ട്. പശ്ചിമ പസഫിക്കിലെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഗ്വാമിലേത്. പസഫിക്കിലെ ഏറ്റവും ചെറിയൊരു ദ്വീപ്. ഈ ദ്വീപിലാണ് അമേരിക്കയുടെ ആൻഡേഴ്സൺ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിലുള്ള ഏത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നതാണ്. ഗ്വാം ആകട്ടെ ഇതിന് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരവും. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിലെ താവളങ്ങൾ ഉപയോഗിച്ചില്ല എന്നുള്ള വിലയിരുത്തൽ വരുന്നു. ശനിയാഴ്ചയാണ് ആക്രമണത്തിൻ്റെ സൂചന നൽകിയത്. കാരണം B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെ ഗ്വാമിലേക്ക് മാറ്റി. അമേരിക്കയിലെ മിസോറിയിൽ നിന്നും ഗ്വാമിലേക്ക് വിമാനങ്ങളെത്തി. നേരിട്ട് അമേരിക്കയിൽ നിന്നും ആക്രമണത്തിന് പോകുന്നതിന് പകരം ഗ്വാമിലെത്തി പിന്നീടൊരു ആക്രമണം നടത്താനാണ് മുൻകൈയെടുത്തത്. ഇത് കണക്കിലെടുത്ത് ഇറാനെതിരായിട്ടുള്ള നീക്കത്തിൽ ഈ മേഖല ഉചിതമായിരിക്കുമെന്ന് കണക്ക് കൂട്ടി. ഗ്വാമിൽ നിന്നും 7500 കിലോമീറ്റർ അകലെയാണ് ഇറാനുള്ളത്. നിറയെ ഇന്ധനവുമായി പരമാവധി ഒരൊറ്റ പറക്കലിന് 11,000 കിലോമീറ്റർ വരെ ദൂരപരിധി ഇതിന് സഞ്ചരിക്കാനായി കഴിയും. അമേരിക്കയുടെ B-2 ബോംബറുകൾക്ക് ഇങ്ങനെയൊരു കരുത്ത് കൂടിയുണ്ട്. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-46 പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിൻ്റെ സഹായത്തോടെ ഇനിയും കൂടുതൽ ദൂരം ഇതിന് സഞ്ചരിക്കാൻ കഴിയും. ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ തന്നെ ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാനും സാധിക്കും. എത്ര മണിക്കൂർ നേരം വേണമെങ്കിലും. ഒരു B-2 സ്പിരിറ്റ് ബോംബർ വിമാനത്തിൻ്റെ വിലയെന്ന് പറയുന്നത് $210 കോടി. അതായത് 18,182 കോടി ഇന്ത്യൻ രൂപ. ഇത്രയധികം വിലയേറിയ സൈനിക വിമാനം. ഇറാൻ്റെ പ്രത്യാക്രമണത്തിൽ നിന്നും ഇതിനെ സംരക്ഷിക്കേണ്ടതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഗ്വാമിനെ തന്നെ ഒരു സുരക്ഷിത കേന്ദ്രമാക്കി തിരഞ്ഞെടുത്തത്. അമേരിക്കയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഈ ദ്വീപ് 2ാം ലോക മഹായുദ്ധകാലത്ത് 1941 ജാപ്പനീസ് സൈന്യം പിടിച്ചെടുത്തിരുന്നു. പേൾ ഹാർബർ ആക്രമണം നടന്ന അന്ന് തന്നെ ഈ ദ്വീപ് അമേരിക്കയുടെ പക്കൽ നിന്നും സൈന്യം പിടിച്ചു. പിന്നീട് 1944 ദ്വീപിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ പിടിക്കാനായി സാധിച്ചു. അതിനുശേഷം ഇന്നുവരെയും അവർ അത് നിലനിർത്തി പോകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.